ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശ്വാസിയായൊരു മനുഷ്യന് കടം വലിയ ബാധ്യതയും ബേജാറുമാണ്. കടം വാങ്ങുന്നത് അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന വിഷയത്തിന് മാത്രമാകണം. കടം വാങ്ങുന്ന സമയത്ത് തന്നെ നിശ്ചിത സമയത്ത് അത് കൊടുക്കുമെന്ന വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ലക്ഷ്യത്തോടുകൂടെ ലക്ഷ്യബോധം ഉണ്ടാവണം. ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടാകണം. അതിൻ്റെ മേലാണ് കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യേണ്ടത്. കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് വലിയ ധർമ്മമാണ്. അതേസമയത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തവും ഹക്ക് നമ്മുടെ മേൽ ബാധ്യതയുമാണത്. ആ ബാധ്യത വീട്ടാതെ ഒരാൾ മരിച്ചുപോയാൽ വലിയ ബേജാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പള്ളിയിൽ ജനാസ മയ്യത്ത് കൊണ്ടുവന്നാൽ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിൻ്റെ മേൽ കടമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയും. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നാൽ റസൂലുള്ള അതേ പ്രകാരം തന്നെ ചോദിക്കും. കടമുണ്ടെന്നറിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കടം വീട്ടി കൊടുക്കും. നമ്മുടെ കടം മരണപ്പെട്ടതിൻ്റെ ശേഷം പള്ളിയുടെ മിഹ്റാബിന്റെ സമീപത്ത് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഈ മയ്യത്തിന്റെ മേൽ വല്ല സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് അത് തീർക്കണമെന്ന് പറയുമ്പോഴും മക്കളത് ഏറ്റെടുത്താലും ആ കടം വീട്ടുന്നത് വരെ ഖബറിൽ അദാബാണ്. അതുകൊണ്ട് തന്നെ കടം സൂക്ഷിക്കണം. റസൂലുള്ള തരുന്നൊരു ഉപദേശമുണ്ട്, അയ്യുമാ റജുലിൻ യദീനു ദൈനൻ വഹുവ മുജ്മിഉൻ അല്ലാ യുവഫിയഹു ഇയ്യാഹു ലഖിയല്ലാഹ സാരിഖ. ഒരാൾ കടം വാങ്ങുന്നു, ആ കടം വാങ്ങിയ വ്യക്തി കടം വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് തിരിച്ചു കൊടുക്കൊന്നുമില്ല എന്ന ഒരു നിയത്തോടുകൂടെ, ആ ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് കടം വാങ്ങുന്നതെങ്കിൽ നിന്നെ അല്ലാഹു തആല കണ്ടുമുട്ടുന്നത് ഒരു കള്ളനായിട്ടാണ്. കള്ളൻ എന്താണ് ശിക്ഷ ഉണ്ടാവുക? ആ ശിക്ഷയാണ് നിനക്ക് കിട്ടുക. നാളെ ആഖിറത്തിൽ പ്രയാസപ്പെട്ടു പോകും. കടം വാങ്ങിയത് കൊടുക്കാതിരിക്കലിന് വലിയ തെറ്റാണ്. അതേസമയത്ത് ആ ഒരു ഉറപ്പോടുകൂടെ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യൂല എന്ന ഉറപ്പോടുകൂടെ കടം തന്നവനെ കബളിപ്പിക്കലും അത് കൊടുക്കാതിരിക്കലും കടം വാങ്ങിയ ആ ഹക്കടപാടിൽ തെറ്റായ വിഷയത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്യുന്ന 2-3 കുറ്റങ്ങൾ തന്നെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കടം വാങ്ങുന്നതിൽ നമ്മൾ സൂക്ഷിക്കണം. ഖനാഅത്ത് കൊണ്ട്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം, കടമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനും ഹലാല് കൊണ്ട് മതിയായി കിട്ടാനും ഹറാമിലേക്ക് മനസ്സെത്താതിരിക്കാനും വേണ്ടിയിട്ട് എപ്പോഴും ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യണം. അതിന് മഹാന്മാർ പഠിപ്പിച്ച ദുആയാണ് അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഗ്നിനാ ബിഫളലിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥന നിരതരാവണം നമ്മളെപ്പോഴും. കടമില്ലാതെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.